ഇറാനെതിരായ അമേരിക്കയുടെ ആക്രമണം രാജ്യാന്തര ഓഹരി വിപണികളെയും ബാധിച്ചേക്കും. സ്വർണം, വെള്ളി, അസംസ്കൃത എണ്ണ വിപണിക്കും യുദ്ധം വരും ദിവസങ്ങളിൽ പ്രതികൂലമാകും. ഇന്നും നാളെയും പ്രധാന വിപണികളെല്ലാം അവധി ആയതിനാൽ തിങ്കളാഴ്ച വിപണി തുറക്കുമ്പോഴാകും ആക്രമണത്തിന്റെ പ്രതിഫലനം, പ്രത്യാഘാതം എത്രത്തോളം ഉണ്ടാകും എന്ന് പ്രകടമാകുക. അമേരിക്ക ഇറാൻ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറിയതോടെ രാജ്യാന്തര തലത്തിലും ആശങ്കയിലാണ് വിപണികൾ. മൂന്നാം ഘട്ട ചർച്ചയും പരിഹാരമാകാതെ പിരിഞ്ഞതോടെ ഇന്നലെ തന്നെ സ്വർണം, ക്രൂഡ് ഓയിൽ വിലയിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. യുദ്ധം ആരംഭിച്ചതോടെ സ്വർണം, വെള്ളി വില പിടിവിട്ട് കുതിക്കുമെന്ന് ഉറപ്പായി. അങ്ങനെ വന്നാൽ കേരളത്തിലുൾപ്പെടെ സ്വർണ്ണവില 1.5 ലക്ഷം കടക്കും. പവന് 2320 രൂപ കൂടി കൂടിയതോടെ സ്വർണ്ണവില ഇന്ന് 1,20,800 രൂപയിലേക്ക് എത്തിയിരുന്നു. ആക്രമണം രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിപണിക്കും തിരിച്ചടിയാണ്. 85-90% വരെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് യുദ്ധം പ്രതികൂല ഘടകമാകുമെന്നുറപ്പ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കുതിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ സാഹചര്യവും നിർണായകമാണ്. US ആക്രമണമുണ്ടായാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്ത് എവിടെ യുദ്ധമുണ്ടായാലും ഇന്ത്യൻ വിപണിയെ ബാധിക്കാറുണ്ട്. നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോഴും ഇന്ത്യൻ വിപണിയിൽ ഇടിവ് നേരിട്ടിരുന്നു. മധ്യപൂർവേഷ്യയിലെ പ്രശ്നങ്ങൾ വിപണിയെ കൂടുതൽ ബാധിക്കും. എന്നാൽ വലിയ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. US ഇസ്രയേൽ പക്ഷത്ത് വലിയ നാശനഷ്ടമുണ്ടായാൽ മാത്രമേ രാജ്യാന്തര വിപണികൾ ഇടിയൂ എന്ന് വിദഗ്ധർ പറയുന്നു. അങ്ങനെ വന്നാൽ ഇന്ത്യൻ വിപണിയും വലിയ നഷ്ടത്തിലേക്ക് പോയേക്കാം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.